ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ക്രിബിൾ ആർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. സ്ക്രിബിൾ ആർട്ട് കൂടുതൽ എല്ലാവർക്കും അറിയായിരിക്കും. സ്ക്രിബിൾ ആർട്ട് ജസ്റ്റ് ഒരു പേന കൊണ്ട് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുത്ത് വരയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊരു സാധനം നമുക്ക് സ്ക്രിബിൾ ആർട്ട് ചെയ്ത് നല്ല അടിപൊളി ഒരു കൗതുകത്തിന് വേണ്ടി നമുക്ക് വരക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വരക്കാൻ ഉദ്ദേശിക്കുന്ന ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരാളെ ഫോട്ടോ നമ്മൾ റെഫറൻസ് നോക്കിയിട്ട് ഔട്ട്ലൈന് വരച്ചെടുക്കണം. അതിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആർട്ട്ലൈൻ്റെ HP പെൻസിലാണ്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പേന എടുത്തിട്ട് ജസ്റ്റ് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക എന്നാണ് ആ ചിത്രം വരയ്ക്കുക. അപ്പോൾ പേന യൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഇത് കിട്ടും. മറ്റേ പെൻസിലാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡായി പോകാനോ അല്ലെങ്കിൽ ഷെയ്ഡ് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സ്ക്രിബിളിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ പെൻ തന്നെയാണ്. പെന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എവിടേക്കാണോ ഔട്ട്ലൈൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ റെഫറൻസ് നോക്കിയിട്ട് നമ്മൾ ആ ഭാഗത്തൊക്കെ ഇത് സ്ക്രിബിൾ ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് ഷെയ്ഡ് ആദ്യം നമുക്ക് ജസ്റ്റ് അറിയാത്തവർ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലേശം ലാസ്റ്റ് അവസാനം വെച്ചിട്ട് നിങ്ങൾ സ്ക്രിബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ ആദ്യം തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രിബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ലെയർ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം ലെയർ ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് കൂടി ഡീറ്റെയിലുള്ള മൈന്യൂട്ട് ഭാഗത്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, എൻ്റെ സ്ക്രിബിൾ ആർട്ട് ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു സ്ക്രിബിൾ ആർട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ വരച്ചിരിക്കുന്നത് നമ്മളെ പ്രശസ്ത ഹോളിവുഡ് നടൻ ജോൺ ഡെപ്പിനാണ്. നമ്മൾ വരക്കുന്നത് അതേപോലെ ആവണം എന്നില്ല, എന്നാലും ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫൺ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിബിൾ ആർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.